നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ പേര് വിജി. ഹോപ്പ് നിങ്ങളെല്ലാവരും ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ ഗീവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകുകയാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്, ഫോർ യുവർ വാല്യൂഡ് ഷെയർ, സബ്സ്ക്രിപ്ഷൻ, കമൻറ്റ്സ്, ലൈക്സിന് നന്ദി. ആൻഡ് താങ്ക് യു സോ മച്ച് ഞങ്ങളോടൊപ്പം ഉണ്ടായതിന് ഒരുപാട് നന്ദി. ബിക്കോസ് ഇറ്റ്സ് എ ടഫ് ടൈം, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഭയങ്കരമായിരുന്നു. ഇപ്പോഴാണത് ശരിയായത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യൻസ് ആൻഡ് കൈൻഡ്നെസ് ആൻഡ് ലവ്. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക്, ഞാനൊരു സ്പെസിഫിക് ടോപ്പിക് എന്ന് പറയുന്നത് എനിക്ക് എന്തോ വീണ്ടും തോന്നി, somehow I feel guided to motivate you. കാരണം നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവശ്യമാണ്. യെസ്, മോട്ടിവേഷൻ ഇൻ ദ സെൻസ് ചില സമയത്ത് നമ്മളുടെ ഒരു ജേർണി അത് എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിക്ക് മാത്രമേ അതെന്താണെന്ന് മനസ്സിലാവൂ. അല്ലാത്ത പക്ഷം നമുക്ക് തോന്നും നമ്മൾ ഹാലുസിനേറ്റഡ് ആണോ, നമുക്ക് തോന്നുവാണോ, നമ്മൾ നമ്മുടെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യും. ഇതൊക്കെ റിയൽ ആണോ, അതോ ഞാൻ വല്ല സ്വപ്നലോകത്താണോ? കാരണം ബാക്കി എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും അങ്ങനത്തെ ലൈഫില്ല, പിന്നെ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? അപ്പം നമ്മൾ ആലോചിച്ച് വെറുതെ വട്ടാക്കും. സോ ഐ ജസ്റ്റ് ഗൈഡഡ് ടു ലൈക്ക്, നിങ്ങൾക്കൊന്നും വട്ടല്ല, നിങ്ങളൊന്നും ഹാലൂസിനേറ്റഡും അല്ല. വിത്തൗട്ട് എനി ഡ്രഗ്സ് അല്ലെങ്കിൽ വിത്തൗട്ട് എനി ലൈക്ക് അഡിക്ഷൻ ഉള്ള സബ്സ്റ്റൻസ് ഒന്നും ഇല്ലാതെ തന്നെ ആ ഒരു കിക്ക് അല്ലെങ്കിൽ ആ തരത്തിലേക്കുള്ളൊരു മായാലോകത്താണ് നിങ്ങൾ തോന്നുന്നെങ്കിൽ ഇറ്റ്സ് നോട്ട് എ മായാജാലം, ഇറ്റ്സ് പ്യുവർ ഡിവൈൻ ലവ്. യെസ്, ഇറ്റ്സ് സ്പിരിച്വൽ ലവ്. ഓക്കെ, സോ നിങ്ങൾ ആരും ഹാലൂസിനേറ്റഡ് അല്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ. ആൻഡ് ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറും അല്ല. സോ ആരെങ്കിലും അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ആ ഒരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറിച്ചു മാറ്റുക, അല്ലെങ്കിൽ കട്ട് ഓഫ് ചെയ്യുക. ബിക്കോസ് നോ, ഇറ്റ്സ് നെവർ ബീൻ ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ പ്യുവർ ഡിവൈൻ കണക്ഷൻ. കാരണം നമ്മുടെ ഉള്ളിലെ ഈശ്വര തത്വത്തിനെ നമ്മൾ വീണ്ടും തിരിച്ചറിയുന്നതാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ. അത്രയ്ക്ക് പ്യുവറസ്റ്റ് ഫോമാണ്. ലൈക്ക് ഇതിൻ്റെ ആദ്യത്തെ ധർമ്മം തന്നെ നമ്മുടെ അസെൻഷനെ, ആധ്യാത്മിക ഉന്നതിയിലേക്ക് എത്തിക്കുക എന്നതാണ്. അതെങ്ങനെ എത്തിക്കുക എന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പർ ഒരു ലവിങ് യൂണിയൻ കണക്ഷനിലൂടെ, ഈശ്വരനായിട്ട് ഓരോ നിമിഷം നമ്മൾ യൂണിയനിലൂടെ, ആൻഡ് നമ്മുടെ ലൈഫിൽ സകല സമൃദ്ധിയിലൂടെ തന്നെ ആ യൂണിയനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഈശ്വരൻ്റെ നിശ്ചയവും ഇച്ഛയും. ബിക്കോസ് പാസ്റ്റ് ലൈഫിൽ നമ്മളെല്ലാവരും ഭയങ്കര സ്പിരിച്വൽ ആയിരുന്നു. യെസ്, നിങ്ങൾ ഈ ലൈഫിലും സ്പിരിച്വൽ ആണ്. കാരണം സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ലൈക്ക് നമ്മുടെ പാസ്റ്റിലുണ്ടാകുന്ന അതേ സ്പിരിച്വൽ അനുഭവങ്ങൾ നമുക്ക് ഈ ടൈമിൽ എക്സ്പീരിയൻസ് ചെയ്യപ്പെടും. ബിക്കോസ് അതൊരു ലൈക്ക് അത് നമ്മൾ മരിക്കുമ്പോൾ ഒന്നും കൂടെ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ സ്പിരിച്വാലിറ്റി അങ്ങനെയല്ല. നമ്മൾ മരിക്കുന്നതോടൊപ്പം അത് കൂടെ കൊണ്ടുപോകും. നെക്സ്റ്റ് ലൈഫ് ടൈമിൽ അതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ നമുക്ക് ഓൾറെഡി സിദ്ധികൾ കാണും, നമുക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ പറയാറില്ലേ, സഡൻ ആയിരുന്നു അത്രയും നാളും, ഭയങ്കര പ്രെയർ ഒന്നുമില്ല, ഭഗവാനെ വിശ്വസിക്കുന്നെങ്കിൽ പോലും സഡൻ ആണ് ഈശ്വരനിലേക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവുന്നത്. പെട്ടെന്നാണ് റിലീജിയസ് ബുക്സുകൾ വായിക്കണം തോന്നുന്നത്, അല്ലെങ്കിൽ പെട്ടെന്നാണ് സ്പിരിച്വൽ കാര്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവോൾവ് ചെയ്യണമെന്ന്, പെട്ടെന്നാണ് ഏഞ്ചൽ നമ്പേഴ്സിനോട് ഒരു അട്രാക്ഷൻ തോന്നുന്നു. ഇതൊക്കെ ഒരു ഉണ്ടാവുന്നതിനുള്ള കാരണം ബിക്കോസ് ഇറ്റ്സ് യുവർ ജേർണി. ഓൾറെഡി ദ ഡെസ്റ്റിനി എന്താണ്, വിധി ഓൾറെഡി നിയോഗിക്കപ്പെട്ടതാണ്. നിങ്ങളുടെ ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ നിങ്ങളുടെ ലൈഫിൽ സ്പിരിച്വാലിറ്റി ഉണ്ടാവും, ലൈക്ക് ട്വിൻ ഫ്ലെയിം ജേർണി വന്ന അവേക്കനിങ് ഉണ്ടാവും. അത് ഓൾറെഡി എഴുതിപ്പെട്ട സാധനമാണ്. ഓക്കെ, സോ പ്ലീസ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. യെസ്, സംടൈംസ് ഇറ്റ്സ് ടഫ് തോന്നാൻ കാരണം വെച്ചാൽ നമുക്ക് നമുക്ക് ലൈക്ക് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ലവ് കണക്ഷനാണ് നമുക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിം നിന്ന് അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ നിന്ന് ഫീൽ ആവുന്നത്. ആൻഡ് ഭയങ്കര ഇൻവോൾവ്മെൻറ്റ്, ലൈക്ക് ഭയങ്കരമായിട്ട് ആ ഒരു ഫീൽ ആൻഡ് ബോണ്ടിങ് ആൻഡ് കണക്ഷൻ സ്ട്രോങ് ആകുമ്പോൾ സഡൻലി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ ലൈഫിൽ ഡിസപ്പിയർ ആവുന്നു, അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന് റിമെമ്പറൻസ് വരുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഗുരു അവിടെ. പിന്നെ ബിക്കോസ് അവരത് കഴിഞ്ഞ്, കാരണം അപ്പോഴാണ് അവർക്കൂടെ ആ ദൗത്യം ഓർമ്മ വരുന്നത്. ബിക്കോസ് നമ്മളും ആ റിയലൈസേഷൻ പ്രോസസ്സിൽ പോകണം. സോ അവർക്ക് അവരുടെ ദൗത്യം ഓർമ്മ വരുവാണ്. സോ ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പിരിച്വൽ ഗുരുവായിട്ടാണ്. ബിക്കോസ് നിങ്ങൾ അവരുടെ ലൈഫിലെ സ്പിരിച്വൽ ഗുരുവാണ്, നിങ്ങളുടെ ലൈഫിലെ അവർ സ്പിരിച്വൽ ഗുരുവാണ്. സോ ആസ് എ സ്പിരിച്വൽ ഗുരുവായിട്ട് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം
ആ ഒരു സ്റ്റെപ്പിങ് ചെയ്യുമ്പോൾ പിന്നെ നിങ്ങളുടെ ധർമ്മം എന്നുള്ളത് ഹീലിംഗ് ആണ്. ദാറ്റ് ഈസ് നോ അതർ ചാൻസ്. നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിയൻ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഡു യുവർ ഇന്നർ വർക്ക്. ഇന്നർ വർക്ക് ഇൻ ദ സെൻസ് ഹീലിംഗ്, ലൈക്ക് സബ് കോൺഷ്യസ് ബിലീഫ് സിസ്റ്റത്തെ മാറ്റുക. നമ്മുടെ ലൈഫ് ലോങ്ങിലുള്ള സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിനെ മാറ്റി അവിടെ ലവ് യൂണിയൻ കോൺഷ്യസ്നെസ്സിനെ കൊണ്ടുവരിക. ജേർണി എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് തോന്നും, ഓ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ, ബട്ട് ഇറ്റ്സ് നെവർ ആൻ എക്സ്ട്രാ മാരിറ്റൽ അഫയർ. മനസ്സിലായില്ലേ? യെസ്, ഈ ഒരു ടൈം ഓഫ് പീരീഡ് പാടാണ്. നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മളോട് നോ പറയുമ്പോൾ ആ സമയത്തും നമ്മൾ പിടിച്ച് നമുക്ക് നമ്മുടെ ലവിനോട് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, നമ്മളോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കണം, നമ്മൾ എന്ന സത്യത്തിൽ ഒരു ഉറച്ചു നിൽക്കണം. കാരണം ലൈക്ക് നമ്മുടെ ട്വിൻ ഫ്ലെയിം പറയും, എനിക്ക് നിന്നെ വേണ്ട, ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനെയാണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പേരൻസിനെയാണ് ചൂസ് ചെയ്യുന്നത്, എൻ്റെ പേരൻസ് പറയുന്നിടത്ത് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ജോബാണ് വലുത്, എനിക്കിപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെൻറ്റ് കാസ്റ്റാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏജ് ഡിഫറൻസ് ആണ്, നമ്മുടെ കൾച്ചറൽ ഡിഫറൻസ് ആണ്, നമ്മുടെ കൺട്രി ഡിഫറെൻ്റ് ആണ്. വാട്ട് എവർ ദ കണ്ടീഷൻ, യു ഹാവ് ടു സ്റ്റിക്ക് വിത്ത് യുവർ ലവ്. നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. യെസ്, നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. ബിക്കോസ് ഇറ്റ്സ് യുവർ ലവ് സ്റ്റോറി, ഇറ്റ്സ് യുവർ ഡിവൈൻ റൊമാൻസ്. സോ ആരാണ് അതിൻ്റെ റെസ്പോൺസിബിൾ? നിങ്ങളാണ്. നിങ്ങളുടെ ചോയ്സ് സ്ട്രോങ് ആയിരിക്കുക. നിങ്ങൾ ട്വിൻ ഫ്ലെയിം എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുന്നു ഇതിലുപരി നിങ്ങൾ എന്താണ് ലൈഫ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ലൈഫിൽ യൂണിയൻ വേണം, നിങ്ങൾക്ക് എത്രമാത്രം നിങ്ങളുടെ ഹാപ്പിനെസ് ആണ് വലുത്. ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ആ ഡിവൈൻ ഓർഡർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇറ്റ്സ് ഓൾവേസ് ഗോഡ് ആൻഡ് യു, ദെൻ യുവർ ട്വിൻ ഫ്ലെയിം. ഒരിക്കലുമില്ല, ഗോഡിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വരാനേ പാടുള്ളൂ, നിങ്ങൾ മാത്രമേ ആവാൻ പാടുള്ളൂ. അതിനുശേഷമേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം വരാൻ പാടുള്ളൂ. ബിക്കോസ് നിങ്ങൾ രണ്ടും സെയിം ആണ്, ഈക്വൽ ആണ്. ഈ കയ്യിൽ ഇതിൽ ഡിഫറൻസ് ആണ്. ഇത് രണ്ടും എൻ്റെ കയ്യിൻ്റെ പാട്ടല്ല. സോ ഇത് രണ്ടും എനിക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ, എനിക്കല്ല ഇടത് കൈയാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അല്ല എനിക്ക് വലത് കൈയാണ് ഇമ്പോർട്ടൻ്റ്, എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് രണ്ട് കൈക്കും അതിൻ്റെതായ പ്രാധാന്യം, ഇത് എൻ്റെ ബോഡിയുടെ ഒരു ഭാഗമാണ്. സോ അതുപോലെ നിങ്ങളുടെ യൂണിയൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഘടകം നിങ്ങൾ രണ്ടു പേരുമാണ്. അപ്പം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പറയുക, അങ്ങനെ സെപ്പറേഷൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സെപ്പറേഷൻ ചൂസ് ചെയ്യരുത്, നിങ്ങൾ അവരെ സെപ്പറേഷൻ ചൂസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യരുത് പ്ലീസ്. നിങ്ങൾ ആ ടൈം ഓഫ് പീരീഡിൽ ഈശ്വരനെ മുറുക്കെ പിടിക്കുക ആൻഡ് യൂണിയനെ മുറുക്കെ പിടിക്കുക. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സെപ്പറേഷനെ റിലീസ് ചെയ്യുക ആൻഡ് സ്റ്റിക്ക് ടു യുവർ യൂണിയൻ, സ്റ്റിക്ക് ടു യുവർ ലവ്. എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നെ കമ്മിറ്റ് ചെയ്യാത്തതുകൊണ്ടും അല്ലെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിം ഞാൻ പറയുന്ന കേൾക്കാത്തതുകൊണ്ടും ഞാനിപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ അതെൻ്റെ ട്വിൻ ഫ്ലെയിം ആയിരിക്കത്തില്ല എന്ന ഇതിൽ വേണ്ടി ഞാൻ എൻ്റെ ഈഗോനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി അതെൻ്റെ ട്വിൻ ഫ്ലെയിം അല്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണെങ്കിൽ അതെനിക്ക് പെയിൻഫുൾ ഉണ്ടാക്കും. നമ്മുടെ ജേർണി അവിടെയാണ് സ്റ്റക്കാവുന്നത്. നമ്മളിങ്ങനെ നോക്കിയിരിക്കുക അതെൻ്റെ ട്വിൻ ഫ്ലെയിം തന്നെയാണോ, കൺഫർമേഷൻ കിട്ടിയിട്ടേ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ. സോ അതിൻ്റെ അർത്ഥം നമുക്ക് ആ വ്യക്തിനെയാണ് വേണ്ടത്, നമ്മളെ അല്ല വേണ്ടത്. ആ വ്യക്തി നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മുടെ അടുത്ത് വരണമെങ്കിൽ യു ഹാവ് ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. വീണ്ടും ഞാൻ പറയട്ടെ, കാരണം പാർവതി മഹാദേവൻ്റെ അടുത്ത് കരഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക, പ്ലീസ് ഞാൻ വന്നിരിക്കുന്നു, എന്നെ ഒന്ന് നോക്ക്, കണ്ണ് തുറന്ന് നോക്കൂ, ഞാൻ ഇവിടെ ഉണ്ട്. മഹാദേവ് എങ്ങനെയായിരിക്കും? ഫുൾ സമാധി. ഹി നെവർ ബോദർഡ്. മനസ്സിലായില്ലേ? ബിക്കോസ് അദ്ദേഹത്തിന് അറിയാം, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഷീ ഈസ് മൈ വിമൻ. ബട്ട് ഇഗ്നോർ ചെയ്ത് കംപ്ലീറ്റ്ലി ഇവൻ. പിന്നെ പുറകെ നടന്നപ്പോൾ എന്തെങ്കിലും പറ്റൂ? എല്ലാവരും അവരുടെ പഠിച്ച പടി 18 നോക്കി. മഹാദേവൻ്റെ മനസ്സ് മറിയില്ല, പറഞ്ഞാലും ഇല്ല, ഞാൻ സ്വീകരിക്കത്തില്ല. പക്ഷേ തപസ്, ഡെഡിക്കേഷൻ, പാർവതീദേവ് കഠിനമായി തപസ് ചെയ്ത്, ശരി എൻ്റെ മഹാദേവനോട് വേറെ ആരും എനിക്ക് വേണ്ട, അദ്ദേഹം എന്നെ വേണ്ടെന്ന് പറയട്ടെ, ഓക്കെ,
അദ്ദേഹത്തിന് എന്നെ വേണ്ട, അതല്ലേ, അത് അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷെ ഞാൻ അദ്ദേഹത്തിനല്ലാതെ വേറെ ആരെയും കിട്ടില്ല. അതൊരു ദൃഢനിശ്ചയമാണ് ഒരു ഡിവൈൻ ഫെമിനിൻ്റെ ദൃഢനിശ്ചയം. മനസ്സിലായില്ലേ? ദൃഢനിശ്ചയമാണ്. എനിക്ക് അവൻ മീൻസ് അദ്ദേഹം അല്ലാതെ വേറെ ആരും എനിക്ക് വേണ്ട എന്നുള്ള ഡിവൈൻ ഫെമിനിൻ്റെ ദൃഢനിശ്ചയം. സോ ആസ് എ ഫെമിനിൻ ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുക്കണം. നമ്മുടെ ട്വിൻ ഫ്ലെയിം എന്ത് തന്നെ ആയിരിക്കണം, നമ്മുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ നോ ആൻസർ തന്നെ ആയിക്കൊണ്ട്, പക്ഷെ അത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ലവിനെ അത് കുറയ്ക്കാൻ പാടില്ല. മനസ്സിലായില്ല? അവരുടെ വേ ഓഫ് അപ്രോച്ച് അനുസരിച്ചായിരിക്കരുത് നമ്മളുടെ ഒരു തീരുമാനങ്ങൾ. യു ഹാവ് ടു സ്റ്റിക്ക് ടു വിത്ത് യുവർ സെൽഫ്. ഈ ഒരു ടൈം ഓഫ് പീരീഡിൽ പാർവതി പറഞ്ഞ ഞാൻ അദ്ദേഹത്തിനെയാണ് പ്രണയിക്കുന്നത് ആൻഡ് ഹീ ഈസ് മൈ മാൻ. അതാണ് എൻ്റെ സത്യം, ഇതാണ് എൻ്റെ സത്യം. ആ വ്യക്തി എൻ്റെ ട്വിൻ ഫ്ലെയിമാണ്. ഞാൻ ആ വ്യക്തിനെ പ്രണയിക്കുന്നു. ഞാൻ ആ വ്യക്തിനെ അല്ലാതെ വേറെ ആരെയും എൻ്റെ ഹസ്ബൻഡായിട്ട് സ്വീകരിക്കുന്നില്ല. ഇതാണ് എൻ്റെ സത്യം. ആ സത്യത്തെ നിങ്ങൾ ഉറച്ചു നിൽക്കുക, ഈശ്വരനോടും പറയുക, ആൻഡ് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യുക. ബിക്കം യുവർ ബെസ്റ്റ് വേർഷൻ. പാർവതിദേവി എന്താ ചെയ്ത ഇന്നർ വർക്കിലൂടെ? പാർവതിദേവി ആദിശക്തിയായി മാറി. എന്താ ആദിശക്തിയായി മാറിയപ്പോൾ ശിവൻ തിരിച്ചെത്തിയോടെ പറഞ്ഞു, ബാ നമുക്കിപ്പം തന്നെ കല്യാണം കഴിക്കാം. പാർവതിദേവി പറയുന്ന പോലെ എല്ലാം മഹാദേവി ചെയ്തു. ശിവപുരാണത്തിലും അത് തന്നെയാണ് പറയുന്നത്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതാണ്, നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഹീ ഈസ് ഓൺലി അട്രാക്റ്റഡ് ബൈ യുവർ ഒത്തൻറ്റിസിറ്റി, നിങ്ങളുടെ യാഥാർത്ഥ്യം, യുവർ സോളിൻ്റെ എസെൻസ്, യുവർ റിയാലിറ്റി, യുവർ ട്രുത്ത്. അതിനെ മാത്രമേ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം പറയും സോൾമേറ്റ് റിലേഷൻഷിപ്പിനാണെങ്കിൽ എനിക്ക് ഇപ്പം നിൽക്കുന്നൊരു എൻ്റെ കൂടെ ഒരു ഫെമിനിൻ ഉണ്ട്, ആ ഫെമിനിൻ്റെ കൂടെ നിന്നാൽ മതിയല്ലോ. അല്ലെങ്കിൽ കാർമിക് കളിക്കാനാണെങ്കിൽ എൻ്റെ ട്വിൻ ഫ്ലെയിമിൻ്റെ ആവശ്യം എന്തിനാ? ഇവിടെ ഒരു പാർട്ട്ണർ ഉണ്ടല്ലോ. സോ പ്ലീസ് സ്റ്റിക്ക് ടു യുവർ ട്രുത്ത്. യുവർ ട്രുത്ത് ഈസ് വാട്ട് ദറ്റ് നിങ്ങൾക്കറിയാമല്ലോ, യു ലവ് ദാറ്റ് പേഴ്സൺ. മനസ്സിലായില്ലേ? അപ്പോഴാണ് നമുക്കറിയാം നമുക്ക് ആ വ്യക്തി, കാരണം ട്വിൻ ഫ്ലെയിമിനെ അല്ലാതെ നമുക്ക് അൺകണ്ടീഷണലി ലവ്, ആ ഒരു അൺകണ്ടീഷണൽ ഫോം ഓഫ് ലവ് വരത്തില്ല നമുക്ക്. കാരണം നമ്മുടെ ആ ട്വിൻ ഫ്ലെയിമിൻ്റെ ലവ് അതൊരിക്കലും ആ വ്യക്തിയായിട്ടുള്ള പ്രണയം, ബിക്കോസ് ഇഫ് ഹീ ഈസ് യുവർ ട്വിൻ ഫ്ലെയിം, ആ പ്രണയം നമുക്ക് ഒന്നും നശിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഉണ്ടാക്കിയെടുക്കാനും പറ്റത്തില്ല. ഒന്നെങ്കിൽ ആ വ്യക്തിയോടെ പ്രണയമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. മനസ്സിലായല്ലോ? സോ യു ഹാവ് ടു ഫീൽ യുവർ ഫീലിങ്സ് ആക്ച്വലി എന്താണ്. അപ്പോൾ ഓരോ പ്രാവശ്യം കഴിയും തോറും നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എസൻസ് മനസ്സിലാവും ദറ്റ് ഹീ ഈസ് യുവർ റിയൽ മാൻ. അദ്ദേഹമാണ് എൻ്റെ യഥാർത്ഥ ട്വിൻ ഫ്ലെയിം. ഇനി നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഷീ ഈസ് യുവർ ഡിവൈൻ ഫെമിനിൻ. മനസ്സിലായില്ലേ? സോ ഇറ്റ്സ് അപ്പ് ടു യു. നിങ്ങൾ എങ്ങനെയാണ് അത് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഇറ്റ്സ് അപ്പ് ടു യു. ബിക്കോസ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എങ്ങനെ ചിന്തിക്കുന്നതിലുപരി നിങ്ങളെന്താണ് നിങ്ങളുടെ യൂണിയനെ പറ്റി ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ രക്ഷപ്പെടുത്താനായിട്ട് വരത്തില്ല. ആരും നിങ്ങളെ രക്ഷപ്പെടുത്താൻ വരത്തില്ല. നിങ്ങൾ സ്വയം അതിനകത്ത് രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടണം? ഇന്നർ വർക്ക് ചെയ്ത്, ബൈ ലവിങ് യുവർ സെൽഫ്, ബൈ ടേക്കിംഗ് സ്റ്റാൻഡ് ഫോർ യുവർ സെൽഫ്. ജസ്റ്റ് ലവ് യുവർ സെൽഫ് നോ മാറ്റർ വാട്ട്. മനസ്സിലായില്ലേ? സോ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടി കാണും. See you in the next video. Till then, thank you so much for your love and support. And personal reading വേണ്ടവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. പ്ലീസ് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, വോയിസ് മെസ്സേജിലും ഉള്ള സർവീസ്, വോയിസ് മെസ്സേജിൽ നമ്മുടെ മെസ്സേജസ് സർവീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പേഴ്സണൽ സെഷന് വേറെ ചാർജസ് ആണ്. ഓക്കെ, എല്ലാം ചാർജസ് ഉള്ളതാണ്. And thank you so much for your love, Apple support, and see you in the next video. Till then, bye, take care, thank you.